ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നീറ്റ് 2026 ഫോക്കസ് ചെയ്തുകൊണ്ട് ഫിസിക്സിന് വേണ്ടിയിട്ടുള്ളൊരു ലൈവ് മാരത്തോൺ സെഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മെയ് 1-ാം തീയതി 1 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ലൈവ് കാണേണ്ടത് എന്നുള്ള 5 റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ, ഫിസിക്സ് ബയോളജിയോ കെമിസ്ട്രിയോ പോലെ അല്ലാണ്ട് കുട്ടി മാത്രം എഫേർട്ട് ഇട്ടിട്ട് മാർക്ക് ഉയർത്താൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണെന്ന് പലപ്പോഴും എല്ലാവരും പരാതി പറയാറുണ്ട്. അതിലൊരു പരിധി വരെ ശരിയുണ്ട്. കാരണം നമ്മുടെ എഫേർട്ടിൻ്റെ റിയൽ വർത്ത് മാർക്ക് ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രയാസം ഫിസിക്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യനുകളും എങ്ങനെയാണ് സ്ട്രക്ചറൈസ് ചെയ്യേണ്ടതെന്നും ഓരോ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മാരത്തോൺ സെഷനിൽ നമ്മൾ ഓരോ ഹെഡിങ്ങുകൾ എഴുതി അതിങ്ങനെ വിശദീകരിച്ച് അതിൻ്റെ ഇടയിൽ കുറേ സമയം സംസാരിച്ച് ആ രൂപത്തിലല്ല നമ്മൾ മാരത്തോൺ ലൈവ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. വൃത്തിയായി ഓരോ ചാപ്റ്ററിലെയും 5 ക്വസ്റ്റ്യൻസ് വീതമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ലിംഗ്വിസ്റ്റിക് സ്കില്ലും സ്പേഷ്യൽ സ്കില്ലും അനലറ്റിക്കൽ സ്കില്ലും ഇന്റർലിങ്കിങ് സ്കില്ലും റീകോളിംഗ് സ്കില്ലും കാൽക്കുലേഷൻ സ്കില്ലും എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ ചാപ്റ്ററിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്പർ 2 എന്ന് പറയുന്നത്, ഇപ്പം ബോർഡ് എക്സാം തീർത്ത് +2 വേണ്ടി മാത്രം ഇതുവരെ പഠിച്ച് ഇനി എൻട്രൻസിലേക്ക് പോണ്ടേ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കൺഫ്യൂഷനിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് ഫിസിക്സ് ഇത്രയൊക്കെ നിലവാരത്തിലുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റുന്നതാണ്, ഞാൻ ഈ ഒരു ലൈവിലെ ഓരോ ചോദ്യങ്ങളും ആ ചോദ്യത്തിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ ആൻസറും അത് ചെയ്യുന്ന രീതിയും 5 ചോദ്യങ്ങൾ വീതം ഓരോ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുമ്പോൾ ഇത്രയധികം 140 ചോദ്യങ്ങൾ 140 കോൺസെപ്റ്റുകൾ നമ്മൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ ഇത്ര ഗൗരവത്തിൽ ഇതിനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു 9 മണിക്കൂർ ഫുള്ളി ഫോക്കസ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എൻട്രൻസിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ തേടി ഒരുപാട് സെയിൽസ് കോളുകളും സെയിൽസ് അർജൻസി ഉണ്ടാക്കുന്ന കോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അവരോടൊക്കെ മറുപടി പറയുന്നതിന് മുന്നേ നീറ്റ് നമ്മുടെ ടേസ്റ്റിലുള്ള, ഞാൻ പഠിച്ചാൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് മാറ്റുരച്ച് നോക്കാനുള്ള ഒരു സമയമായി നിങ്ങൾക്ക് ആ 9 മണിക്കൂറിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു 9 മണിക്കൂറൊക്കെ നമ്മുടെ ലേണിംഗ് കർവ് താഴാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ? 9 മണിക്കൂറൊക്കെ ഇപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ഇത്തരം ലൈവുകളിൽ നമ്മൾ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്തത് ബോർഡ് എക്സാം നമുക്ക് എന്തായാലും പാസ്സാവണമെന്നും ബോർഡ് എക്സാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ആ മാർക്ക് നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ടായിരിക്കും പല ആളുകളും ലൈവുകളിലൊക്കെ അത്രയും സമയം ഇരുന്നിട്ടുണ്ടാവുക. പക്ഷെ നീറ്റ് നമ്മളെ സംബന്ധിച്ച്, +2 കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ച് ഈ വർഷം അങ്ങനെ ഒരു വെൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ നീറ്റിനോടും ആ പ്രൊഫഷനോടൊക്കെ നമുക്ക് അത്ര അദമ്യമായ താല്പര്യം ഉണ്ടോ, ഞാൻ ഇതിൽ ഇത്രയും ഫോക്കസ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കൂടി തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ ആ 9 മണിക്കൂറിനെ കാണണം. അപ്പോൾ നിങ്ങൾ ആ 9 മണിക്കൂർ സമയവും ടീച്ചറുടെ കൂടെ ഇരുന്ന്, ഫിസിക്സ് ടീച്ചറുടെ കൂടെ ഇരുന്ന് ആ ഫിസിക്സ് മാരത്തോൺ ലൈവ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അക്നോളജ്മെന്റ് കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്കൊരു മാർക്ക് കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്കിതിൽ മുന്നോട്ട് പോവാം, ഞാനിത് ഇത്രയും തൽപരനാണ്, ഇത്രയും സമയം എനിക്കിതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകാവുന്ന ഒരു സമയമായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചാപ്റ്ററിലെ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തല്ല നമ്മൾ ആ ലൈവ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആ 5 ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 കോൺസെപ്റ്റുകളായിരിക്കും. പല ചെറിയ ചാപ്റ്ററുകൾക്കും മേ ബി ഈ 5 ക്വസ്റ്റ്യനുകളിൽ നിന്ന് മാത്രമേ ചോദ്യകർത്താവിൻ്റെ കണ്ണുടക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ള ക്ലീശ ഡയലോഗുകളൊന്നും ഞാൻ അടിക്കുന്നില്ല. നീറ്റും കോമ്പറ്റേറ്റീവ് എക്സാംസും ഒന്നും അങ്ങനത്തെ ഒരു പരീക്ഷയുമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ മാർക്കിലേക്ക് നമ്മുടെ ലെവൽ ഉയർത്തി ഒരു കോൺഫിഡൻസോട് കൂടി ഈ ഡ്രോപ്പ് ഇയർ ഒക്കെ എടുക്കുകയാണെങ്കിലും നമ്മളെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഇത്ര നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഈ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ നാലാമത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ ചാപ്റ്ററിലെയും 5 ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റിയാണ്. അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുകളും കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്സ് എക്സാമിന്റെ മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ
ഫിസിക്സ് റിവൈസ് ചെയ്യാനുള്ള മാറ്റിവെച്ച സമയമായിട്ട് നിങ്ങൾ ആ ലൈവ് ക്ലാസ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ടീച്ചർ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോഴും ആ ചാപ്റ്ററിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ വരുന്ന തിയറി ഭാഗത്തിന്റെ നോട്ടുകളൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ച് അതൊക്കെ ആണോ ഈ പറയുന്നത്, ഈ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് സുപരിചിതമാണോ, അതല്ലെങ്കിൽ ഇനി പുതുതായിട്ട് പഠിക്കേണ്ടതാണെങ്കിൽ അത് വിട്ടേക്കണം. കാരണം പിറ്റേ ദിവസം നീറ്റ് പരീക്ഷ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ടോട്ടലി ഫിസിക്സ് ചാപ്റ്ററുകളിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി വരാനുള്ള ഒരു റിവിഷൻ ടൈം ആയിട്ടും നിങ്ങൾക്ക് ആ സമയം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് 5ാമത്തെ റീസൺ. അപ്പോൾ ഈ 5 റീസൺ കാരണം നിങ്ങൾ എല്ലാവരും അത് കൃത്യമായി മനസ്സിലാക്കി ലൈവിൽ 9 മണിക്കൂറും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ടീച്ചേഴ്സ് ലൈവ് എടുക്കുന്ന സമയത്ത് ഒരു പേപ്പറും പേനയുമായിട്ട് കൂടെ ഇരുന്ന് ഈ 5 ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും അങ്ങനെ 140 ക്വസ്റ്റ്യൻ കൃത്യമായി പഠിച്ച് ആ 140 കോൺസെപ്റ്റുകൾ എനിക്കറിയാം എന്ന ഒരു ധാരണയോടെ ആയിരിക്കണം നമുക്ക് നീറ്റ് 2026 പോകാൻ പറ്റുന്നുണ്ടാവുക. ഞാൻ ഈ വീഡിയോന്റെ ഒരു വാൽക്കഷ്ണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, റിപ്പീറ്റോ റിപ്പീറ്റോ ചെയ്യുന്ന കുട്ടികൾ ഈ ഒരു ഇത്രയും ബേസിക്കായി നമ്മൾ ക്വസ്റ്റ്യൻസ് വിശദീകരിക്കുന്ന സെഷനിലേക്ക് ഒരിക്കലും വരേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നിങ്ങൾക്കും വളരെ പ്രയാസവും ഇത്രയും ദിവസമായിട്ട് ഒരു ഗ്രിപ്പ് ഫിസിക്സിൽ കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കൊന്ന് കണ്ടു നോക്കട്ടെ, അങ്ങനെ 9 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്ന് നിങ്ങൾക്ക് കുറച്ച് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അല്ലാണ്ട് നമ്മുടെ ലൈവ് കൗണ്ട് കൂട്ടാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ഒരു ഭാഗത്തെ സമയം കവർന്നെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിച്ച എൻട്രൻസ് ക്ലാസ്സുകൾക്കൊന്നും ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത, എൻട്രൻസിനെ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. കൃത്യമായിട്ട് ഇന്നതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്നൊക്കെ തിരിച്ചറിവോടുകൂടെയാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആരുടെയും ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള നിർദ്ദേശങ്ങളോ നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ നിങ്ങളിത് ഈ മേഖലയിൽ തുടർന്ന് പോകേണ്ടവരായിരിക്കില്ല. എന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ചില നെഗറ്റീവായ തോട്ടുകളെ മാറ്റിമറിക്കാനും ഈ ലൈവ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഫിൽട്ടർ ചെക്കാണ് നമ്മളോട് നടത്തി നോക്കുന്നത്. നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഇത്രയും സമയം ഇതിനു വേണ്ടി ഇരിക്കാനുള്ള മോട്ടിവേഷൻ എനിക്കുണ്ടോ, അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് 9 മണിക്കൂറൊക്കെ ഒരാളുടെ കൂടെ ഇരുന്ന് ഫിസിക്സ് പഠിക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുകയും ആവാം. അപ്പം എന്തായാലും ഏത് രൂപത്തിലും നിങ്ങൾക്ക് വർത്താവുന്ന തരത്തിലുള്ള ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ 1 മണി മുതൽ നമ്മൾ അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ കൂടെ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.